വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഡ്രൈവർ മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഇലവനാക്കുഴിയിൽ സോമനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവരെ വിദ്യാർത്ഥികൾ ആക്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയോടെ പിറവം ഓണക്കൂറിലാണ് അമിത വേഗത്തിലെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടമുണ്ടാക്കിയത്. ഓണക്കൂർ ചിന്മയ യൂണിവേഴ്സിറ്റിയിലെ 5 വിദ്യാർത്ഥികളാണ് കാറിൽ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അമിത വേഗത്തിലെത്തിയ കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോ തലകീഴായി മറിയുകയും ചെയ്തു. അപകടത്തിന് പിന്നാലെ കാറുമായി കടന്നുകളയാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ നാട്ടുകാർ തടഞ്ഞതോടെ സംഘർഷമുണ്ടായി. ഇതിനിടയിൽ നാട്ടുകാരിൽ ഒരാളെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. ഈ ചേട്ടൻ തെറ്റിക്കട്ടെ നോക്ക്, ഈ ഇടി ഇടിച്ചവൻ ആരാ? ഇവരെന്ത് വിദ്യാർത്ഥിനെ പറയണത്? ഒരു ഗസറ്റഡ് ഓഫീസറാണിത്. ഈ ആളുടെ നെറ്റിക്കട്ട്, ഈ വ്യക്തിയുടെ നെറ്റിക്കട്ട് ഇടിച്ചിട്ട് പോയവരാ. ഇവരെന്ത് വിദ്യാർത്ഥിയാണ്? ഈ ചിന്മയ യൂണിവേഴ്സിറ്റിക്കകത്ത് ക്രിമിനൽസിനെയാണോ വളർത്തുന്നത്, അത് വിദ്യാർത്ഥികളെയാണ് ഉണ്ടാക്കുന്നത്? വിദ്യാർത്ഥികൾ രക്ഷാപ്രവർത്തനം തടസ്സം നിന്നതായി ആക്ഷേപമുണ്ട്. കാറിൽ സഞ്ചരിച്ചിരുന്ന 4 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ 2 പേർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ 2 പേരെ പോലീസ് കോളേജ് ക്യാമ്പസിൽ നിന്നും പിടികൂടി. എന്നാൽ നാട്ടുകാരനെ മർദ്ദിച്ച വിദ്യാർത്ഥിയെ പിടിക്കാത്തതിൽ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ പ്രതിഷേധവും നടന്നു. കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് നാട്ടുകാർക്ക് പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് മണിക്കൂറുകൾക്ക് ശേഷം സംഘർഷത്തിന് അയവ് വന്നത്. ഈ സ്റ്റുഡൻസിനെതിരെ ഈ എഫ്ഐആറിന്റെ പകർപ്പ് വെച്ച് ഡീറ്റെയിൽ റിപ്പോർട്ട് ഞാൻ ഇവിടുത്തെ രജിസ്ട്രാറോട് സംസാരിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് അയച്ച് അതിന്റെ പിറ്റേന്ന് ഇവർക്കെതിരെ നടപടി ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പാണ്. കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നടപടി ഉണ്ടാവും. പിന്നെ അടുത്ത ഏറ്റവും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടത്തുള്ള ഈ ബൈക്ക് റേസിംഗ്, അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരാഴ്ചക്കകത്ത് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. KSRTC ഡ്രൈവറായി ജോലി നോക്കി വിരമിച്ച സോമനെ പിറവത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് മലയാളം, കൊച്ചി.